Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, madam. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, അപ്പൊ എല്ലാവർക്കും good morning. Okay, Good morning, ma'am. Okay. Good morning, ma'am. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫസ്റ്റത്തെ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി അല്ലേ? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അത് നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അതിൽ നമ്മൾ ഹോസ്പിറ്റൽ എന്ന വാക്ക് എന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് നമ്മൾ പഠിച്ചു അല്ലെ? ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന ആ ഒരു ടേം ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെ? അതിന്റെ അർത്ഥം എന്തായിരുന്നു? ഹോസ്പിറ്റലിന്റെ അർത്ഥം എന്തായിരുന്നു? ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ? രണ്ടർത്ഥം ഉണ്ട് അല്ലെ? ഗസ്റ്റ് ഓർ വിസിറ്റർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതായത് ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന പ്ലേസ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റിന് എന്താണ് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ള മീനിങ് ഉണ്ട് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു പഴയൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റും ഇന്നത്തെ കൺസെപ്റ്റ് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വെറും ഒരു ഹീലിംഗ് സെന്റർ ആണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, ഒട്ടേറെ സേവനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ കണ്ടു അല്ലെ? 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ കേട്ടോ, അത് ഉൾപ്പെടെ നമ്മൾ 3 നമ്മൾ പഠിച്ചത്. അത്രയും അതിനകത്ത് പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങളൊന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ചാപ്റ്റർ നമ്പർ 2, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് കേട്ടോ. ഹിസ്റ്ററി ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മള് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് എന്താണ് ഹോസ്പിറ്റലുകൾ ഗണ്യമായിട്ട് എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ പറഞ്ഞില്ലേ നമ്മള്? ഒത്തിരി അധികം ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നിട്ടാണ് ഇന്ന് കാണുന്ന ഒരു എന്താ പറയാ ഇമേജിലോട്ട് ഹോസ്പിറ്റലുകൾ എത്തിയത്. അപ്പൊ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ആ ഒരു ഇവല്യൂഷന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. പക്ഷെ ഇതിൽ കുറച്ച് പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസുകളാണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഹിസ്റ്ററി നമ്മൾ കാണുന്നത് സ്ക്രീനിൽ കാണുന്നില്ലേ? ഷെയർ ചെയ്തതാണല്ലോ. ഇപ്പൊ ഓക്കെ ആണോ നോക്കിയേ? ഇപ്പൊ കാണുന്നില്ലേ? കാണുന്നില്ല? ഇപ്പൊ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇപ്പൊ നോക്കട്ടെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വന്നു, ഓക്കെ. കാണുന്നുണ്ടല്ലേ? ശരി ശരി. അപ്പൊ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്പർ 2 ആണ് കേട്ടോ നമ്മൾ എടുക്കുന്ന ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പോ ഈ ഒരു ഇവല്യൂഷൻ, ഹോസ്പിറ്റലിന്റെ ഇവല്യൂഷന്റെ ഹിസ്റ്ററിയെ നമ്മളൊരു 4 കാലഘട്ടങ്ങളിലൂടെയാണ് ആദ്യം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ ഒരു ഹിസ്റ്ററി 4 കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രാചീന, അതായത് ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറയാണ് കേട്ടോ. BC 500 AD, അതായത് പ്രാചീന കാലഘട്ടത്തിലുള്ള ഹോസ്പിറ്റലുകള്. പിന്നെ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസ് ആണ്, മധ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹോസ്പിറ്റലുകള്. പിന്നെ നമ്മൾ കാണുന്നത്
മൂന്നാമത്തത് റിനൈസൻസ് ഏജ് എന്ന് വെച്ചാൽ എന്താണ്? റിനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനമാണ് അല്ലെ. കുറച്ചധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള, വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഏജില്, ആ ഒരു നവോത്ഥാന സമയത്തുള്ള ഹോസ്പിറ്റലുകള്, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മോഡേൺ പീരീഡില്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തില് ഹോസ്പിറ്റൽ, അങ്ങനെ 4 എന്താ പറയാ കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ അതിന്റെ ഹിസ്റ്ററി നോക്കി കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കി, ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD, പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകളെ പറ്റിയാണ് ആദ്യം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം, പണ്ട് കാലങ്ങളില്, പ്രാചീന കാലഘട്ടത്തില് നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിസിൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ റിലീജിയൻ, മതം എന്ന് പറയുന്നതും പരസ്പരം എന്തായിരുന്നു? ഇന്റർ കണക്റ്റഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാല് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയാ മതപരമായിട്ടുള്ള ആചാരങ്ങളും അതെല്ലാം എന്താണ്, അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു മെഡിസിൻ അന്ന് നിലനിന്നിരുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ വായിക്കാം. ഓക്കെ, വായിക്കാം കേട്ടോ. ഏർലി മെഡിക്കൽ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് ഓൾവേസ് റെക്കഗ്നൈസ്ഡ് ആസ് എ റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്. ആദ്യത്തെ പോയിന്റ് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ആ ഒരു പ്രാചീന കാലഘട്ടത്തില് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മെഡിസിനും റിലീജിയനും പരസ്പരം എന്തായിരുന്നു? ഇന്റർ കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, അന്ന് കാലത്ത് ആളുകൾ എന്താ വിശ്വസിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഈ അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള കാരണം, ഇൽനെസസ് എന്നൊക്കെ പറയുന്നത് വരാനുള്ള കാരണം പല സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫോഴ്സസ് മൂലമാണ് അസുഖങ്ങൾ വരുന്നതെന്ന് അന്ന് കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നു. അപ്പോ അങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ അത് ഹീൽ ചെയ്യാനായിട്ട് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള പല ഇടപെടലുകളും ആവശ്യമാണെന്ന് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു. ഓക്കെ, ആ ഒരു കാരണം കൊണ്ടാണ് മെഡിസിനും മതവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് ഓൾവേസ് റെക്കഗ്നൈസ്ഡ് ആസ് എ റിലീജിയസ് സർവീസ് ആൻഡ് സെറിമണീസ് കേട്ടോ. മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു അന്ന് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു അപ്പൊ ഡോക്ടറുടെ റോള് ചെയ്തിട്ടുണ്ടാവുക? ആരായിരിക്കും? പ്രീസ്റ്റുകളായിരുന്നു. പ്രീസ്റ്റ് ആരാണ്? പുരോഹിതന്മാർ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, പ്രീസ്റ്റ് വേർ ആൾസോ ഫിസിഷ്യൻസ് ഓർ മെഡിസിൻ മെൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ്സ്, മൈൻഡ് ആൻഡ് ബോഡി അല്ലെ. ആ ഒരു കാലഘട്ടത്തിൽ പുരോഹിതന്മാരായിരുന്നു എന്ത് റോള് ചെയ്തിരുന്നത്? ഒരു ഫിസിഷ്യന്റെ അല്ലെങ്കിൽ ഒരു മെഡിസിൻ മെൻ, ഒരു ഡോക്ടറുടെ റോള് കൈകാര്യം ചെയ്തിരുന്നത് പുരോഹിതന്മാരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഡ്യുവൽ റോളായിരുന്നു, 2 വ്യത്യസ്ത റോളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈ പറയുന്ന പോലെ റിലീജിയസ് ആയിട്ടുള്ള സെറിമണികളൊക്കെ പെർഫോം ചെയ്യാം, അങ്ങനെ ഒരു റോൾ ഉണ്ടായിരുന്നു. മറ്റൊന്ന് എന്താണ്? അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് വൈദ്യപരിചരണം കൊടുക്കുക. അങ്ങനെ 2 വ്യത്യസ്ത റോളുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്തായിരുന്നു? പ്രീസ്റ്റ് വേർ ദ ഹീലേഴ്സ് കേട്ടോ. പ്രീസ്റ്റുകളായിരുന്നു ആ ഒരു സമയത്തെ ഫിസിഷ്യന്മാരായിട്ട്, ഒരു ഹീലേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അവരായിരുന്നു കേട്ടോ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, പിന്നെന്താണ്? അപ്പൊ അവരും വിശ്വസിച്ചിരുന്നത് എന്താണ്? പ്രീസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് അവർക്ക് എന്താണ്? ഈ പറയുന്ന മൈൻഡ് അല്ലെ, നമ്മുടെ ബോഡി, മൈൻഡ്, അതുപോലെ തന്നെ സ്പിരിറ്റിനെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ പ്രീസ്റ്റുകൾക്ക് ഉണ്ടെന്ന്, പുരോഹിതന്മാർക്ക് ഉണ്ടെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകള് വിശ്വസിച്ചിരുന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു. പിന്നെ എന്താണ് നോക്കിയേ, പ്രീസ്റ്റ് ഓർ ഡോക്ടേഴ്സ് came under the ruling class with great political influence. അതായത് ഈ പറയുന്ന പുരോഹിതന്മാര് അഥവാ ഡോക്ടേഴ്സ് ആണ്, അവർ ഈ പറയുന്ന ഭരണവർഗത്തിന്റെ ഒരു റൂളിംഗ് ക്ലാസ്സിലാണ്, ഭരണവിഭാഗത്തിലാണ് അവരെ ഉൾപ്പെടുത്തിയിരുന്നത്. ഭരണം എന്ന് വെച്ചാൽ അത്രയേറെ ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പ്രീസ്റ്റ് ഹെൽഡ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഇൻ സൊസൈറ്റി. ഓക്കെ, സൊസൈറ്റിയിൽ അവർക്ക് എന്താണ് വളരെയധികം ഒരു സ്വാധീനം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാര്യം അവര് ഒരു ഭരണവിഭാഗമായിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത്. അത് മാത്രമല്ല, അവർക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രീസ്റ്റ് ഓർ ഡോക്ടേഴ്സ് came under the ruling class with a great political influence. പിന്നെന്താ പറയുന്നത്? ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് were also meeting places. അതിന് ഈ പറയുന്ന അമ്പലങ്ങള് അല്ല, ആരാധനാലയങ്ങള്, ആശുപത്രികൾ എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു ഹീലിംഗ് അല്ലെങ്കിൽ വർഷിപ്പ് സെന്റേഴ്സ് മാത്രമായിരുന്നില്ല. പിന്നെന്താണ്? കമ്മ്യൂണിറ്റികൾക്ക് ഗ്യാദർ ചെയ്യാനുള്ള, ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്പേസും കൂടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. മനസ്സിലായോ? അതാണ് പറയുന്നത് കേട്ടോ. ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വേർ
ആൾസോ ദ മീറ്റിംഗ് പ്ലേസസ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഈ പറയുന്ന ഹീലിംഗ് സെന്റർ ആണ്, ഒരു വർഷിപ്പ് സെന്റർ ആണ്, അങ്ങനെയുള്ള ഒരു പ്ലേസ് ആണ്. അതോടൊപ്പം തന്നെ എന്താണ്, കമ്മ്യൂണിറ്റികൾക്ക് പരസ്പരം ഒരുമിച്ച് കൂടാനുള്ള, ഗ്യാദർ ചെയ്യാനുള്ള ഒരു പ്ലേസ് കൂടിയായിരുന്നു അന്ന് ഈ പറയുന്ന ടെമ്പിൾസും ഹോസ്പിറ്റൽസും. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ ആണ് ഈ പറഞ്ഞത് കേട്ടോ. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. പ്രാചീന കാലഘട്ടത്തില് ഈ പറയുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ഒക്കെ ഭാഗമായിരുന്നു. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിലെ പ്രീസ്റ്റുകൾ, പുരോഹിതന്മാരായിരുന്നു ഒരു ഡോക്ടറുടെ റോള് നിർവഹിച്ചിരുന്നത് അല്ലെ. അവർക്ക് എന്തിനുള്ള ഒരു പവർ ഉണ്ടായിരുന്നു, ഈ പറയുന്ന ബോഡി, മൈൻഡ്, സ്പിരിറ്റിനെയൊക്കെ ഒരുപോലെ ഹീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല ഈ പറയുന്ന പുരോഹിതന്മാർക്ക് അന്ന് സൊസൈറ്റിയില് എന്താ പറയാ, വളരെ ഒരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടായിരുന്നു അല്ലെ. അവർ ഈ പറയുന്ന ഭരണവിഭാഗത്തിന്റെ കീഴിലാണ്, ഭരണവിഭാഗമായിട്ടാണ് അവരെ കണ്ടിരുന്നത്. അവർക്ക് വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ടെമ്പിൾസ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹീലിംഗ് സെന്റർ മാത്രമായിട്ടല്ല, കമ്മ്യൂണിറ്റിക്ക് ഗ്യാദർ ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടിയാണ്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മളിനി ഓരോ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം മാറ്റങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കാലഘട്ടത്തില് നിലനിന്നിരുന്ന കുറച്ച് ഹോസ്പിറ്റലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൊക്കെ കുറെ പോയിന്റുകളൊക്കെ നമുക്ക് മനസ്സിലാവും. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നാമത്തെ നമുക്ക് നോക്കാം, മെസ്സോപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ. എന്താണ് മെസ്സോപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ? ഇതിപ്പോ മെസ്സോപ്പൊട്ടോമിയന്റെ മെച്യൂരിറ്റി ഭാഗങ്ങൾ ഇന്നത്തെ ഇറാഖിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ഇറാഖ് ഉണ്ടല്ലോ, ഇറാഖിലാണ് കേട്ടോ മെസ്സോപ്പൊട്ടോമിയ. ഇന്നത്തെ ഇറാഖിലാണ് നിലവിൽ മെസ്സോപ്പൊട്ടോമിയ ഉള്ളത്. അപ്പൊ നോക്കാം മെസ്സോപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ്. ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ് 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. ടെക്സ്റ്റ് ഇല്ലാന്ന് എനിക്ക് അറിയാട്ടോ, ടെക്സ്റ്റ് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്താണ് പറയുന്നത്, മെഡിസിൻ ആദ്യമായിട്ട് അല്ലെ ഒരു ഓർഗനൈസ്ഡ് രീതി, ഒരു സംഘടിതമായിട്ടുള്ള രീതിയിൽ മെഡിസിൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? നമ്മുടെ സൗത്ത് വെസ്റ്റ് അല്ലെ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന സ്ഥലമായിട്ടുള്ള മെസ്സോപ്പൊട്ടോമിയയിലാണ്. അത് 4000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ ആദ്യമായിട്ട് ഒരു ഓർഗനൈസ്ഡ്, സംഘടിതമായിട്ടുള്ള രീതിയിൽ മെഡിസിൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? മെസ്സോപ്പൊട്ടോമിയയിലാണ് കേട്ടോ. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, ആദ്യമായിട്ട് മെഡിസിൻ ആസ് എൻ ഓർഗനൈസ്ഡ് ബീയിങ് അല്ലെ എവിടെയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയായിരുന്നു? ഈ പറയുന്ന മെസ്സോപ്പൊട്ടോമിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെന്താ പറയുന്നത്, ഹമ്മുറാബിസ് കോഡ്. ഹമ്മുറാബിസ് കോഡ് ഏത് കാലഘട്ടമാണെന്ന് നോക്കി, 1728 1686 BC. അത് നോക്കണമെന്നില്ല, ആ ഒരു കാലഘട്ടം ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കാം. ഹമ്മുറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. അപ്പൊ ആരാണ് ഹമ്മുറാബിസ് കോഡ്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഹമ്മുറാബി? നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു നിയമ സംഹിത. ആരായിരുന്നു ഹമ്മുറാബി എന്ന് പറയുന്നത്? അദ്ദേഹം ബാബിലോണിയൻ രാജാവായിരുന്നു കേട്ടോ. ബാബിലോണിലെ രാജാവായിരുന്നു ഹമ്മുറാബി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആ ഒരു കാലഘട്ടത്തിൽ മെസ്സോപ്പൊട്ടോമിയ ഭരിച്ചിരുന്ന രാജാവാണ് കേട്ടോ. ബാബിലോണിയൻ കിങ് ആണ്. അന്ന് മെസ്സോപ്പൊട്ടോമിയ റൂളിംഗ് ചെയ്തിരുന്നത് ഹമ്മുറാബി ആയിരുന്നു കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കണ്ണിന്റെ കണ്ണ് പല്ലിന്റെ പല്ല് എന്നൊക്കെ പറയുന്ന ആ ഒരു നിയമ സംഹിത. അത് തന്നെ, അതാണ് കറക്റ്റ് ആണ്. ഡാഷ്മി ഹമ്മുറാബിസ് നിയമാവലി. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അതായത് ആ ഒരു രീതിയിലുള്ള നിയമ സംഹിത തയ്യാറാക്കിയത് ഹമ്മുറാബി ആയിരുന്നു കേട്ടോ. ഈ പറയുന്ന ഹമ്മുറാബിസ് കോഡിനകത്ത് നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ചില പ്രൊവിഷൻസ് ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തില് ഡോക്ടർമാര് അവരുടെ പരിശീലനത്തിനായിട്ട്, പ്രാക്ടീസിനായിട്ട് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ പറയുന്ന ഹമ്മുറാബിസ് കോഡായിരുന്നു. ഓക്കെ, ഹമ്മുറാബി ആരാണ് മനസ്സിലായല്ലോ? അദ്ദേഹം ഒരു ബാബിലോണിയൻ കിങ് ആയിരുന്നു കേട്ടോ. മെസ്സോപ്പൊട്ടോമിയ ഭരിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഹമ്മുറാബിസ് കോഡ്, കോഡ് ഓഫ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഹമ്മുറാബിയുടെ ആ ഒരു നിയമസംഹിതയ്ക്കകത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ പറ്റി, മെഡിസിനെ പറ്റിയൊക്കെ കുറെ പ്രൊവിഷൻസ് ഒക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഡോക്ടേഴ്സ് അവരുടെ പരിശീലനത്തിനായിട്ടുള്ളൊരു ഗൈഡ് എന്ന രീതിയിൽ അവർ യൂസ് ചെയ്തിരുന്നത് ഹമ്മുറാബിസ് കോഡ് ആയിരുന്നു കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ, ഹമ്മുറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്,
ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. സമ്മർ അല്ല കേട്ടോ, അതൊന്ന് തിരുത്തണേ. സമ്മർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, സുമേർ ആണ് കേട്ടോ. SUMER കേട്ടോ, SUMER ആണ്. സമ്മർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, സുമർ കേട്ടോ. ഒരു സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ, നമ്മുടെ ബാബിലോണിലെ ഒരു സ്ഥലമാണ് കേട്ടോ സുമർ. എന്താണ് ബിനി, ക്ലിയർ ആയില്ല? ഇതാണ് ക്ലിയർ ആവാത്ത ഹമ്മുറാബിസ് കോഡാണോ? ഹമ്മുറാബിസ് കോഡാണോ മനസ്സിലാവാതിരുന്നത്? അതും ഇതാണ്, സമ്മർ അല്ല കേട്ടോ. കെയിം ഫ്രം ഹമ്മുറാബിസ് കോഡ്. ഹമ്മുറാബിസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹമ്മുറാബി എന്ന് പറയുന്നത് ബാബിലോണിയയിലെ രാജാവായിരുന്നു കേട്ടോ. ബാബിലോണിയൻ രാജാവായിരുന്നു ഹമ്മുറാബി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് മെസൊപ്പൊട്ടേമിയ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തെ ഒരു നിയമസംഹിത എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു നിയമസംഹിത എഴുതിയിട്ടുണ്ട്. അതിനെയാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയതാണ് ഹമ്മുറാബിസ് കോഡ്. ഓക്കെ, ഈ ഹമ്മുറാബിസ് കോഡിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ പറയുന്ന മെഡിസിനെ പറ്റിയുള്ള ചില പ്രൊവിഷൻസുകളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തില് ഡോക്ടർമാര് എന്ത് ചെയ്തു? അവരുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്, ഒരു ഗൈഡ് എന്ന രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ പറയുന്ന ഹമ്മുറാബിസ് കോഡായിരുന്നു. ഓക്കെ, എനിക്ക് ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? അതാണ് കേട്ടോ ഹമ്മുറാബിസ് കോഡ്. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ, ഇനി നോക്കാം കേട്ടോ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ എന്നാക്കണം കേട്ടോ. സമ്മർ എന്നാണ് എഴുതിയിരിക്കുന്നത്, സുമർ എന്നാക്കുക. സുമർ ഒരു സ്ഥലത്തിന്റെ പേരാണ്. സുമർ ഇൻ ആൻഷ്യന്റ് ബാബിലോൺ കേട്ടോ. അതായത് പുരാതന ബാബിലോണിലെ ഒരു സ്ഥലമാണ് സുമർ. ഈ സുമേറിൽ നിന്നുമാണ് ആദ്യമായിട്ട് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു എഴുതപ്പെട്ട ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, കുറിപ്പടികള്, അത് ആദ്യമായിട്ട് ഒരു റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? സുമേറിൽ നിന്നാണ് കേട്ടോ. സുമർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്, അത് ബാബിലോണിയുടെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ആദ്യമായിട്ട് മെഡിസിൻ ഒരു സംഘടിതമായിട്ടുള്ള രീതിയിൽ, ഓർഗനൈസ്ഡ് വേ. എന്താണ് സംഘടിതമായ രീതിയിൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്നുവെച്ചാൽ കുറേയും കൂടെ മെഡിസിൻ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട്, ഓക്കെ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, റെഗുലേറ്റഡ് ആയിട്ട്, ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ മെഡിസിൻ, അതാണ് അവിടെ ഓർഗനൈസ്ഡ് ബീങ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ എന്താണ്, ഒരു ശരിയായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് ഒരു എന്താ പറയാ സ്ട്രക്ചേർഡ് ആയിട്ട് ഈ പറയുന്ന ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ മെഡിസിൻ ആദ്യമായിട്ട് എവിടെയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ പറയുന്ന മെസൊപ്പൊട്ടേമിയയിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തില് ഡോക്ടേഴ്സ് അവരുടെ പ്രാക്ടീസിനായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഹമ്മുറാബിസ് കോഡായിരുന്നു. അപ്പൊ ഹമ്മുറാബിയെ പറ്റി പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അദ്ദേഹം ബാബിലോണിയയിലെ രാജാവായിരുന്നു. മെസൊപ്പൊട്ടേമിയ ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ആദ്യമായിട്ട് ഈ പറയുന്ന ബാബിലോണിലെ സുമേർ എന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ പറയുന്ന പ്രിസ്ക്രിപ്ഷൻ, ഫസ്റ്റ് റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത്രയും പോയിന്റുകൾ ഇതിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. 3 പോയിന്റ്സ്. ക്ലിയർ അല്ലേ? ഇത് ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി, അപ്പൊ അടുത്തതിലോട്ട് പോവാൻ നമുക്ക്. രണ്ടാമത്തേത് കേട്ടോ, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഓരോന്നിലും മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓരോരോ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങളിലൂടെയാണ് കടന്നു വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. രണ്ടാമത്തത് ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ആണ്. അതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 460 to 136 BC ആണ് കേട്ടോ. കാലഘട്ടം അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം കേട്ടോ. ഗ്രീക്ക് ഹോസ്പിറ്റൽസ് എന്തായിരുന്നു? ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക്, റിലീജിയസ് റിച്വൽസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. അങ്ങനെയായിരുന്നു പ്രാചീന കാലഘട്ടത്തില്. ഇങ്ങനെയായിരുന്നു മെഡിസിൻ റിലീജിയനുമായിട്ട് ഭയങ്കരമായിട്ടൊരു ഇന്റർകണക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അന്ന് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് മന്ത്രവാദങ്ങള്, മതപരമായിട്ടുള്ള ആചാരങ്ങള്, ചടങ്ങുകള്, അതിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഗ്രീക്കിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കിക്കേ, ഹിപ്പോക്രൈറ്റസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഹിപ്പോക്രൈറ്റസ് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ആരാണ് അദ്ദേഹം? ദ ഫാദർ ഓഫ് മെഡിസിൻ. ആരാണ്? ഫാദർ ഓഫ് മെഡിസിൻ. അപ്പൊ അത് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളത്. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ആരാണ് മെഡിസിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്? ഹിപ്പോക്രൈറ്റസ് ആണ് കേട്ടോ. അദ്ദേഹം ഗ്രീക്കുകാരനാണ്, ഗ്രീക്ക് ഫിസിഷ്യൻ ആണ് കേട്ടോ, ഹിപ്പോക്രാറ്റസ്. ഓക്കെ,
അത് നോട്ട് ചെയ്ത് വെക്കണം. Hippocrates, the father of medicine, used a logical, non-religious approach to medicine. അദ്ദേഹമാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടാനുള്ള ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാല് പണ്ട് ഗ്രീക്കുകാരെ വിശ്വസിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അസുഖങ്ങളൊക്കെ വരുന്നത് ദേവന്മാരുടെ കോപം കൊണ്ടാണ്. ആ ഒരു രീതിയിലായിരുന്നു അന്നത്തെ ആളുകളുടെ ഒരു വിശ്വാസം അങ്ങനെയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹിപ്പോക്രൈറ്റസ് ആണ് കുറേയും കൂടെ യുക്തിരഹിത, എന്താ പറയുക, യുക്തിസഹമായിട്ട് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിനെ അപ്രോച്ച് ചെയ്യുന്നത് ഹിപ്പോക്രൈറ്റസ് ആണ്. അദ്ദേഹം ശരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വൈദ്യൻ ശരിക്കും എന്താണ്, രോഗത്തെ പറ്റി മാത്രം അറിഞ്ഞാൽ പോരാ, രോഗിയെ പറ്റിയും കൂടെ അറിയണം എന്ന് പറഞ്ഞത് ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. കാര്യം എന്താണ്, അങ്ങനെയായിരുന്നു അന്നത്തെ ആൾക്കാർ, ആ ഒരു രീതിയിലുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷെ ഹിപ്പോക്രാറ്റസ് പറഞ്ഞു അതുകൊണ്ടല്ല, ആളുകൾക്ക് അസുഖം വരാൻ അതിൻ്റെതായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അവർ ജീവിക്കുന്ന ചുറ്റുപാട്, ആ ഒരു അന്തരീക്ഷം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി കൊണ്ടൊക്കെയാണ് അവർക്ക് അസുഖങ്ങൾ വരുന്നത് എന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ട് വളരെ എന്താ പറയുക യുക്തിസഹമായിട്ട് ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ ഒരു അപ്രോച്ച് നടത്തിയിട്ടുള്ളത് ഹിപ്പോക്രാറ്റസ് ആണ്. ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നോക്കിക്കേ ഇവിടെ പറയുന്നത് ഫാദർ ഓഫ് മെഡിസിൻ യൂസ്ഡ് ലോജിക്കൽ, അല്ലെ, വളരെ ലോജിക്കൽ ആയിട്ട് യുക്തിസഹമായിട്ടും നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ, അല്ലെ. അദ്ദേഹം ഈ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും, ഈ പറയുന്ന എന്താ പറയാ മാജിക് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ്, അതിനെയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നടത്തിയ വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് കേട്ടോ. ആ ഒരു കാരണം കൊണ്ടാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അത്രയും അതിനകത്ത് കേട്ടോ. മനസ്സിലായല്ലോ ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്തായിരുന്നു എന്നുള്ളത്? ക്ലിയർ അല്ലേ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കുക, റോമൻ ഹോസ്പിറ്റൽസ് കേട്ടോ. എന്താണ് റോമൻ ഹോസ്പിറ്റൽസ് നോക്കുക. By 1st century BC, the Roman was the first to make the institutional care of the sick and the injured. Military and slave hospital existed എന്ന് പറഞ്ഞാല് പിന്നീട്, അതായത് നമ്മള് മെസോപ്പൊട്ടേമിയ കഴിഞ്ഞ ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, അത് കഴിഞ്ഞ് റോമൻ ഹോസ്പിറ്റൽസ് എന്താണ് BC 1-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട്, ബൈ 1st century BC 1-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് റോമൻസ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ഈ പറയുന്ന അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പരിക്കേറ്റ വ്യക്തികൾക്കായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ മുന്നോട്ട് കൊണ്ടുവന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് റോമൻസിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. റോമൻസിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന വൈദ്യപരിചരണം ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട്, ഒരു ചാരിറ്റബിൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആ ഒരു റോമൻസിന്റെ കാലഘട്ടത്തിലാണ്. അന്നാണ് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലോട്ട് ഒരു വൈദ്യപരിചരണം കൊടുക്കാനും അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഒരു ഹോസ്പിറ്റൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് റോമൻസിന്റെ കാലഘട്ടത്തിൽ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നോക്കിയേ, മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റന്റ്. ഈ റോമൻസിന്റെ കാലഘട്ടത്തില് അവരെന്തൊക്കെ ബിൽഡ് ചെയ്തിരുന്നു? മിലിറ്ററി ഹോസ്പിറ്റൽസ്. ഈ പറയുന്ന വൂണ്ടഡായിട്ടുള്ള സോൾജേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, പട്ടാളക്കാരത്തെ യുദ്ധങ്ങൾക്കൊക്കെ പോയിട്ട് പരിക്കും മറ്റും വരുമ്പോ അവർക്ക് ചികിത്സിക്കാനായിട്ട് മിലിറ്ററി ഹോസ്പിറ്റലുകളും, അതുപോലെ തന്നെ സ്ലേവ് ഹോസ്പിറ്റൽസ്, അടിമകൾക്കായിട്ടുള്ള ആശുപത്രികൾ. എന്ന് വെച്ചാൽ അടിമകൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ സ്ലേവുകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഹെൽത്ത് നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കായിട്ട് മാത്രം സ്ലേവ് ഹോസ്പിറ്റലുകളൊക്കെ പണി കഴിപ്പിച്ചിട്ട് ആ ഒരു റോമൻസിന്റെ കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആദ്യമായിട്ട് എന്താ പറയാ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് റോമൻസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോരോ ചേഞ്ചസ് നിങ്ങൾ കണ്ടല്ലോ. പണ്ട് മതപരമായിട്ടുള്ള ആചാരങ്ങളായിരുന്നു, പിന്നെ അവിടുത്തെ ഇങ്ങനെ പോയി കുറച്ചുകൂടെ ഒരു ഹോസ്പിറ്റൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലോട്ട് മാറി തുടങ്ങി അല്ലെ. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ കാണിക്കാം. Roman hospitals. By the 1st century BC, the Roman was the first to make the institutional care of the sick and the injured. Military and slave hospital existed there. Okay, clear ആണല്ലോ പറഞ്ഞത്? അടുത്തിലോട്ട് പോവാം. നാലാമത്തെ എന്താണ്? അറബിക് ഹോസ്പിറ്റൽസ്. എന്താണ് അറബിക് ഹോസ്പിറ്റൽസ് കേട്ടോ. എന്താണ് അതിൽ പറയുന്നത്? The Roman military hospitals and a few Christian hospitals were no match for the number
ഓർഗനൈസേഷൻ ആൻഡ് എക്സലൻസ് ഓഫ് ദ അറബിക് ഹോസ്പിറ്റൽസ്. എന്താണ് അവിടെ പറയുന്നത്? അറബിക് ഹോസ്പിറ്റൽസുകളുടെ ആ ഒരു സുപ്പീരിയോറിറ്റിനെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത് അല്ലെ. അതിനു മുമ്പ് വരെ എന്തായിരുന്നു? റോമൻ ഹോസ്പിറ്റലുകളും ഈ പറയുന്ന കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളൊക്കെ നിലനിന്നിരുന്നു. അപ്പൊ ഈ പറയുന്ന റോമൻ ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളെയൊക്കെ അപേക്ഷിച്ച് എണ്ണത്തിലായിക്കോട്ടെ ഓർഗനൈസേഷനിലായിക്കോട്ടെ ഇതിന് പറയുന്ന മികവിന്റെ കാര്യത്തില് അറബിക് ഹോസ്പിറ്റൽസ് എപ്പോഴും മുൻപന്തിയിൽ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റോമൻ ഹോസ്പിറ്റൽ മാറി അറബിക് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോ കുറേ കൂടി ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? റോമൻ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ചും മറ്റു കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ചും എണ്ണത്തിലും ആയിക്കോട്ടെ ഓർഗനൈസേഷനിലും ആയിക്കോട്ടെ എക്സലൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ അറബിക് ഹോസ്പിറ്റൽ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. റോമൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പല പോരായ്മകൾ നികത്തിക്കൊണ്ടായിരിക്കും അറബിക് ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ കുറേയും കൂടെ അഡ്വാൻസ്മെന്റ് കുറേയും കൂടെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, the Roman military hospitals and few Christian hospitals were no match for the number, organization and excellence of the Arabic hospitals. ഓക്കെ, അടുത്തത് കേട്ടോ 5ാമത്തെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ 5ാമത്തെ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, നമുക്ക് അറിയേണ്ടതാണ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽസിനെ പറ്റിയാണ്. ഇന്ത്യൻ ഹോസ്പിറ്റൽസ് എന്തൊക്കെയാ പറയുന്നത് അതിനകത്ത്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോ ദാറ്റ് efficient hospitals were built in India by 600 BC. ഓക്കെ, അത് നോട്ട് ചെയ്യണം കേട്ടോ. BC 600 കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയില് BC 600 കാലഘട്ടത്തിലാണ് കുറേയും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കുറേയും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. ഓക്കെ, പിന്നെന്താണ്? ഡ്യൂറിംഗ് ദ ജോർജിയസ് റെയിൻ ഓഫ് കിങ് അശോക, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം, അശോക ചക്രവർത്തിയുടെ കാലഘട്ടം കേട്ടോ. അശോക ചക്രവർത്തിയുടെ കാലഘട്ടം, ആ ഒരു കാലഘട്ടമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 273-232 BC. ആ ഒരു കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽസ്. ഓക്കെ, അതായത് ഈ പറയുന്ന അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റൽ കുറേയും കൂടെ മോഡേൺ ആവാനായിട്ട് തുടങ്ങിയത്. മോഡേൺ ഹോസ്പിറ്റൽ ആവാനായിട്ട് തുടങ്ങിയത് എന്ന് പറഞ്ഞാല് ഒരുപാട് ഡെവലപ്മെന്റ് ആ ഒരു സമയത്ത് നടക്കാൻ തുടങ്ങി. ആരുടെ കാലഘട്ടത്തിലാണ്? അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? മോഡേൺ ആവാനായിട്ട് തുടങ്ങി. എന്തൊക്കെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്? അതാണ് ഇനി പറയുന്ന മോഡേൺ കേട്ടോ. നോക്കിക്കേ, they followed the principles of sanitation and cesarean sections were operated. അതായത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലുകളിൽ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ അല്ലെ, സാനിറ്റേഷൻ എന്താണ്? ശുചിത്വം അല്ലെ, ശുചിത്വ തത്വങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഏറ്റവും ശുചിത്വം സാനിറ്റേഷൻ എന്താ പറയാ വേണ്ട ഒരു സ്ഥലമാണ് അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു സാനിറ്റേഷൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയതും അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷൻസ് ഓക്കെ, ഓപ്പറേഷനിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്ന സിസേറിയൻ സെക്ഷൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആരുടെ കാലഘട്ടത്തിലാണ്? അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കേട്ടോ. പിന്നെ മാത്രമല്ല പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? ഫിസിഷ്യൻസ് വർ അപ്പോയിന്റഡ് 1 for every 10 villages. ആണ് പറയുന്നത്. ഫിസിഷ്യൻസ് വർ അപ്പോയിന്റഡ് 1 for every 10 villages. ഓരോ 10 വില്ലേജുകൾക്കുമായിട്ട് ഓരോരോ ഫിസിഷ്യൻസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്? ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ അല്ലെ, ആ ഒരു വില്ലേജിലുള്ള പോപ്പുലേഷൻസിന്റെ അവരുടെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഓരോ 10 വില്ലേജുകളിലും എന്താണ് ഓരോ ഫിസിഷ്യൻസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ അത്രയൊക്കെ മാറ്റങ്ങൾ അപ്പൊ കുറെ അതുകൊണ്ടാണ് പറഞ്ഞത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലിൽ കുറേയും കൂടെ മോഡേൺ ആയി എന്ന് പറഞ്ഞു. എന്തൊക്കെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നത്? ആ ഒരു കാലഘട്ടത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ ഫോളോ ചെയ്ത് തുടങ്ങി, സിസേറിയൻ സെക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി, ഓരോ 10 വില്ലേജുകൾക്ക് ഓരോരോ ഫിസിഷ്യൻസുമാരെ അവിടുത്തെ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് അപ്പോയിന്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത് ആ ഒരു സമയത്താണ്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? And the regional hospitals for the infirm and the destitute were built by Buddha.
എന്താണ് പറയാ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. റീജിയണൽ ഹോസ്പിറ്റൽസ്, പ്രാദേശികമായിട്ടുള്ള ആശുപത്രികൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ദ ഇൻഫേം ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട്. ഇൻഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗമുള്ള ആളുകൾ കേട്ടോ, അസുഖബാധിതരായിട്ടുള്ള ആളുകളില്ലേ അവര്. അതുപോലെ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അനാഥരായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല, ആരും നോക്കാനൊന്നുമില്ലാതെ അങ്ങനെയുള്ള ആളുകൾ കേട്ടോ. അപ്പൊ ഈ പറയുന്ന രോഗികൾക്കും അനാഥരായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാദേശികമായിട്ടുള്ള ആശുപത്രികളൊക്കെ പണിയെടുപ്പിച്ചത് ആരായിരുന്നു? ബുദ്ധയായിരുന്നു കേട്ടോ. ബുദ്ധന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ, ബുദ്ധൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ ഇന്ത്യൻ ഹോസ്പിറ്റലിനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. ഇതൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞത് BC 600 കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉയർന്നു വരാനായിട്ട് തുടങ്ങിയത്. പിന്നെ മനസ്സിലാക്കുക, നമ്മുടെ അശോക കിങ് അല്ലെ, നമ്മുടെ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ കുറെ കൂടെ മോഡേൺ ആയി. ആ സമയത്ത് സാനിറ്റേഷൻ പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്തു, സിസേറിയൻ സെക്ഷൻസ് കണ്ടക്ട് ചെയ്തു, ഓരോ 10 വില്ലേജുകൾക്കും ഫിസിഷ്യന്മാരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല, ഈ പറയുന്ന എന്താ പറയാ അനാഥരായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാദേശിക ആശുപത്രികളൊക്കെ പണിയെടുപ്പിച്ചത് ബുദ്ധനായിരുന്നു കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു പ്രാചീന കാലഘട്ടത്തിലുള്ള ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി അവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായല്ലോ? ചുരുക്കി പറഞ്ഞ എന്താണ്, ആ ഒരു കാലഘട്ടത്തില് ഈ പറയുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് മതപരമായിട്ടുള്ള ആചാരങ്ങൾ ചടങ്ങുകളുടെ ഒക്കെ ഒരു ഭാഗമായിരുന്നു. പ്രീസ്റ്റുകളായിരുന്നു ആ കാലഘട്ടത്തിലെ ഡോക്ടേഴ്സിന്റെ റോളൊക്കെ നിർവഹിച്ചിരുന്നത്. പിന്നെ നമ്മൾ മെസോപ്പൊട്ടോമിയ കണ്ടു, ഗ്രീക്ക് ഹോസ്പിറ്റൽ കണ്ടു. ഇവിടെയൊക്കെ പഠിക്കേണ്ട പോയിന്റ് ഇതാണ് കേട്ടോ. മെസോപ്പൊട്ടോമിയ നിങ്ങളോട് ചോദിക്കാം, ഈ മെസോപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ് ആ ഒരു കാലഘട്ടത്തില് ഡോക്ടേഴ്സ് അവരുടെ പരിശീലനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ഹമ്മുറാബിസ് ആയിരുന്നു. അതുപോലെ ആരാണ് മെഡിസിന്റെ ഫാദർ അല്ലെ, ഫാദർ ഓഫ് മെഡിസിൻ? അത് ഹിപ്പോക്രേറ്റസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ മിലിറ്ററി ഹോസ്പിറ്റലുകളും സ്ലേവ് ഹോസ്പിറ്റലുകളൊക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഏത് കാലഘട്ടത്തിലായിരുന്നു? റോമൻസിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, പിന്നെ ഇന്ത്യൻ ഹോസ്പിറ്റലിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ആ ഒരു കാലഘട്ടം നമ്മുടെ കഴിയാണ്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. ഹസ്ന, ഇൻഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗിയായിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഇൻഫോം മീൻസ് രോഗിയായിട്ടുള്ള ആളുകൾ കേട്ടോ. ഓക്കെ, പിന്നെ ഡെസ്റ്റിറ്റ്യൂട്ട് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അനാഥരായിട്ടുള്ള ആൾക്കാർ കേട്ടോ. എഴുതി വെച്ചു എവിടെയെങ്കിലും. പിന്നെ ടെക്സ്റ്റ് കിട്ടുമ്പോ നിങ്ങൾ വായിക്കൂലോ, നിങ്ങൾ വായിക്കുന്ന സമയത്ത് മുകളിൽ എഴുതിയിട്ടാ മതി കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയാലോ നമുക്കിപ്പോ രണ്ടാമത്തെ കാലഘട്ടം നോക്കാം കേട്ടോ. ബി ഇതാണ് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസ് കേട്ടോ, മധ്യകാലഘട്ടത്തിലെ ഹോസ്പിറ്റലുകൾ. അപ്പൊ നോക്കിയേ, ആദ്യത്തെക്കാൾ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരും. കുറച്ചുകൂടെ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലേക്ക് വരാൻ തുടങ്ങി അല്ലെ. ഇപ്പൊ തന്നെ ഇത് വായിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ, ഓരോ കഴിയുമ്പോ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ നോക്കാം, ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസ് കേട്ടോ, 500 to 1500 AD ആണ്. ഓക്കെ, അതില് ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇതാണ്, hospitals construction increased in Europe during the Middle Ages for the following reasons. അതായത് ആ ഒരു മധ്യകാലഘട്ടമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യൂറോപ്പില് കൂടുതൽ ഹോസ്പിറ്റലുകൾ എന്താണ് ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അതിനൊരു കാരണമുണ്ട്, കാരണങ്ങളാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, പോപ്പ് ഇന്നസെന്റ് III in 1198 advised and persuaded wealthy Christians to build hospitals in every town. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യൂറോപ്പിലൊക്കെ ഒരു ഹോസ്പിറ്റലുകളൊക്കെ അത് ഫിനാൻഷ്യലി ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു യൂറോപ്പിലൊക്കെ കേട്ടോ. യൂറോപ്പിൽ ഈ പറയുന്നവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ചാലഞ്ചസുകൾ അന്ന് ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവരുടെ ഹോസ്പിറ്റലുകൾ അവിടെ ഉയർന്നു വരാനായിട്ട് തുടങ്ങിയത്? ഹോസ്പിറ്റലൊക്കെ പണി കഴിക്കണമെങ്കിൽ അതിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. എങ്ങനെയാണ് പിന്നെ അവിടെ ഹോസ്പിറ്റലുകൾ വരാനായിട്ട് തുടങ്ങിയത്? ആ ഒരു കാരണമാണ് പറയുന്നത്. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് അറിയാമോ? പോപ്പ് ഇന്നസെന്റ്. പോപ്പ് ഇന്നസെന്റ് III അദ്ദേഹം 1198 കാലഘട്ടമാണ് കേട്ടോ. ആ ഒരു സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു എന്ന് അറിയാമോ? അവിടെ സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻസിനോട് ഓരോ ടൗണുകളിലും ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ പണി കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് ഉപദേശിച്ചു. എന്നുവെച്ചാൽ അവര് കൂടുതൽ അതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നു, പ്രചോദിപ്പിച്ചിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് യൂറോപ്പിൽ എന്ത് വരാൻ തുടങ്ങി? ഹോസ്പിറ്റലുകൾ വരാനായിട്ട് തുടങ്ങി.
അതാണ് ഒരു റീസൺ ആയിട്ട് പറയുന്നത്. ആരാണ്? 1198 ഇന്നസെന്റ് പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ. അദ്ദേഹം എന്താ ചെയ്തത്? സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻസിനുണ്ട് ഓരോ ടൗണുകളിലും എന്താണ് ഹോസ്പിറ്റലുകൾ പണി കഴിപ്പിക്കുന്നതിനായിട്ട് അവരോട് അഡ്വൈസ് ചെയ്തു, അവരെ പെർസ്യൂ ചെയ്തു, അവരെ അതിന് വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചു. ഓക്കെ, അപ്പൊ അതും ഒരു കാര്യം. രണ്ടാമത്തെ റീസൺ എന്താ പറയുന്നത് നോക്കിയേ. ഇൻക്രീസ്ഡ് റവന്യൂസ് വർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ദ ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സ് ആരാണ്? ക്രൂസൈഡേഴ്സ് കുരിശു യുദ്ധക്കാരാണ് കേട്ടോ. ആരാണ്? കുരിശു യുദ്ധം എന്നൊക്കെ നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുരിശു യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യ ബന്ധം വഴിയായിട്ട് ധാരാളം വരുമാനം വരാനായിട്ട് തുടങ്ങി. അപ്പൊ ആ വരുമാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റി? ഹോസ്പിറ്റലുകളെ പണികഴിപ്പിക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു രണ്ട് കാരണങ്ങൾ കൊണ്ട് ഫിനാൻഷ്യലി ഒരുപാട് ചാലഞ്ചസ് നേരിട്ട യൂറോപ്പില് എന്ത് വന്നു? ഹോസ്പിറ്റലുകള് വരാനായിട്ട് തുടങ്ങി. അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. 1198 ആരാണ്? പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ. അദ്ദേഹം വെൽത്തി ക്രിസ്ത്യൻസിനോട് ഹോസ്പിറ്റലുകൾ പണിയെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചു. രണ്ടാമത്തെ ഒരു റീസൺ എന്താണ്? കുരിശു യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യ ബന്ധം. അതൊരുപാട് ഹെൽപ്പ് ചെയ്തു. അവരുമായിട്ടുള്ള വാണിജ്യ ബന്ധം വഴി ധാരാളം വരുമാനം വരാനായിട്ട് തുടങ്ങി. അപ്പൊ അത് നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ ബിൽഡ് ചെയ്യാനായിട്ട് അവര് ഉപയോഗപ്പെടും. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താ പറയുന്നത്? ഇൻ കോൺട്രാസ്റ്റ്, in Asia and Africa during the same period, construction of effective and efficient hospitals was pressed forward by the rule and the crusaders. എന്താണ് ക്രൂസൈഡേഴ്സ് കേട്ടോ? അതായത് അതേസമയം ഇപ്പൊ യൂറോപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. അതേ കാലഘട്ടത്തിൽ നമ്മുടെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഈ പറയുന്ന വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ വരാനായിട്ട് തുടങ്ങി. അതിന് എന്താ നേതൃത്വം വഹിച്ചത് ഇവിടുത്തെ ഭരണകർത്താക്കൾ. ഈ പറയുന്ന കുരിശു യുദ്ധക്കാരും അവിടുത്തെ റൂളേഴ്സ് ഭരണകർത്താക്കളൊക്കെ അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. വെച്ചാൽ അവർക്ക് ആരുടെയും എന്താണ് ഒരു പ്രചോദനം ആവശ്യം വന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ എന്ത് ചെയ്തു? ഈ പറയുന്ന ഭരണ വിഭാഗങ്ങളും ക്രൂസൈഡേഴ്സും ഒക്കെ നല്ല നല്ല ഹോസ്പിറ്റലുകൾ പണിയാനായിട്ട് അവരായിട്ട് തന്നെ മുന്നോട്ട് വന്നു. പക്ഷെ യൂറോപ്പിൽ എന്തായിരുന്നു വെച്ചാൽ അവർക്ക് ഫിനാൻഷ്യലി ചാലഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ അവര് ഈ പറയുന്ന പോപ്പ് ഇന്നസെന്റ് മൂന്നാമന്റെ പ്രേരണയാണ് ഇതിന് കാരണമായത്. പിന്നെ വാണിജ്യ ബന്ധം വഴി കുറച്ച് വരുമാനം കിട്ടി. ആ രീതിയിൽ ഒരു ഹോസ്പിറ്റലുകളുടെ പണി കഴിപ്പിച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ആ ഒരു കാലഘട്ടം മനസ്സിലായല്ലോ. മിഡിൽ ഏജസ് മധ്യ കാലഘട്ടം. അടുത്തത് കേട്ടോ, മൂന്നാമത്തെ നമുക്ക് നോക്കാം. റിനൈസൻസ് ഏജ്. റിനൈസൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറയും. നവോത്ഥാനം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്? ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നൊരു കാലഘട്ടമായിരിക്കും അല്ലെ? അത് നമുക്ക് ഊഹിക്കാലോ. അപ്പൊ നോക്കാം. റിനൈസൻസ് ഏജ് കേട്ടോ. കാലഘട്ടം നോക്കിയേ 1500 to 1700 AD. ഓക്കെ, എന്താണ് അതിനകത്ത് പറയുന്നത്? The Renaissance period lasted from the 14th to 16th centuries. കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റ് കിട്ടുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാലും മതി. നവോത്ഥാന കാലഘട്ടം ഏത് കാലയളവിലായിരുന്നു? ആ കാലയളവ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 14th to 16th centuries കേട്ടോ. 14 തൊട്ട് 16-ാം നൂറ്റാണ്ട് വരെയായിരുന്നു. Towards the end of the 15th century, many cities and towns supported some kind of institutional health care. മാറ്റങ്ങൾ വന്നു. പിന്നെ ഒരു 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി തന്നെ പല സിറ്റികളിലായിക്കോട്ടെ ടൗണുകളിലായിക്കോട്ടെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയറുകൾ എന്താണ് വരാനായിട്ട് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടം മാറി തുടങ്ങി. കൂടുതൽ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടായി തുടങ്ങി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന് പോയിന്റ് ചെയ്യേണ്ടത് റിനൈസൻസ് പീരീഡ് എത്ര കാലഘട്ടം വരെയായിരുന്നു കേട്ടോ? 14th to 16th century വരെ. ഓക്കെ, അടുത്തത് കേട്ടോ 4ാമത്തെ കാലഘട്ടം നോക്കാം. മോഡേൺ പീരീഡ് ആണ് കേട്ടോ. അതായത് നവീന കാലഘട്ടം അല്ലെ? മോഡേൺ പീരീഡ് ആണ്. എന്താണ് ശ്രീമാനത്തെ ഒന്നുകൂടെ? ഓക്കെ, മിഡിൽ ഏജ് കാണിക്കാം കേട്ടോ. ഇപ്പൊ തന്നെ കാണിച്ചു തരാം. നോക്കിക്കേ, സ്ക്രീൻ നോക്കിക്കേ. സ്ക്രീൻ കാണുന്നില്ലേ? കണ്ടില്ലേ? ഹോസ്പിറ്റൽ ഓഫ് എർലിയർ കേട്ടോ. പ്രാചീന കാലഘട്ടത്തില് മിഡിൽ ഏജസ് കേട്ടോ. മിഡിൽ ഏജസ് ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭാഗമാണ് കേട്ടോ മിഡിൽ ഏജസ്. ഞാൻ പറയുന്ന പോയിന്റ് വെറുതെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് കിട്ടണ വരെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല. അതിലെല്ലാം നോട്ട് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ലല്ലോ. ഓക്കെ,
ഈ ഞാൻ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, മോഡേൺ പീരീഡ് പറയാണ്. മോഡേൺ പീരീഡ് കേട്ടോ, കാലഘട്ടം നോക്കിയേ 1750 to 1950 AD ട്ടോ. നോക്കിക്കേ, the first incorporated hospital in America was the Pennsylvania Hospital in Philadelphia. അതൊരു പോയിന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. the first incorporated hospital in America, ഏതായിരുന്നു ആ ഹോസ്പിറ്റൽ? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. അതാണ് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ കേട്ടോ. അതായത് ആദ്യമായിട്ടൊരു സംയോജിത ഹോസ്പിറ്റൽ. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒക്കെ പോലെ. ഓക്കെ, അതായത് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ. അത്തരത്തിലുള്ള ഒരു ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതായിരുന്നു? ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റല്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എവിടെയായിരുന്നു? അമേരിക്കയിലായിരുന്നു കേട്ടോ. അമേരിക്കയിലെ ഫിലാഡൽഫിയ കേട്ടോ. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ്. ഹോസ്പിറ്റൽ പേര് നോട്ട് ചെയ്യാം കേട്ടോ. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ അതായിരുന്നു ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ began in 1926 with the return of war heroes from the World War First. അതാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ, അതായത് ഒരു 1914 to 18 അല്ലെ, ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധമൊക്കെ നടന്നിരുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു യുദ്ധത്തിന്റെ അതിൽ നിന്നും സർവൈവ് ചെയ്തിട്ടുള്ള ആ ഒരു വാർ ഹീറോസിന്റെ വരവോട് കൂടിയിട്ട്, അതും 1926 നമ്മുടെ ഹെൽത്ത് ഫീൽഡില് ഈ പറയുന്ന ഗവൺമെന്റ് കാര്യമായിട്ട് ഇടപെടാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം ഒരു 1926 കാലഘട്ടത്തോട് കൂടിയിട്ട് ഈ പറയുന്ന നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് കുറേയും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്തു? കൂടുതൽ മുൻകൈ എടുത്ത് പെരുമാറാനായിട്ട് തുടങ്ങി. അതാണ് പറയുന്നത് മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ began in 1926 കേട്ടോ. 1926 with the return of war heroes from the World War First. അപ്പൊ ഇത് 2 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാണ്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ, അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ കേട്ടോ. ഓക്കെ, പിന്നെ ഈ പറയുന്ന മോഡേൺ പീരീഡില് ഏത് കാലഘട്ടത്തിലാണ് ഗവൺമെന്റ് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്? ഓക്കെ, ഗവൺമെന്റ് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത് ഹെൽത്ത് കെയർ ഫീൽഡില് 1926 ഒക്കെ ആണ് കഴിഞ്ഞപ്പോ ഗവൺമെന്റ് മുൻകൈ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ കുറെ കൂടെ എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത്രയും 4 കാലയളവുകളാണ് നമ്മളിപ്പോ കണ്ടത്. ഈ ഒരു മോഡേൺ പീരീഡിൽ എത്തി നിന്നപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു എന്താ പറയാ ഏർലി എറയിലോട്ടും ഏർലി അല്ലെ, അവിടെ നിന്നും മോഡേൺ പീരീഡിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോ എന്തെല്ലാം മാറ്റങ്ങളിലൂടെയാണ് കടന്നു വന്നതെന്നുള്ളത് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, പണ്ട് മതപരമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും മന്ത്രവാദങ്ങളും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലേക്ക് മാറി അല്ലെ, ട്രാൻസ്ഫോം ചെയ്ത് മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങള് സ്ക്രീൻ ഇടണോ? സ്ക്രീൻ ഒന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വായിക്കാം. സ്ക്രീൻ നോക്കി ഒന്ന് വായിക്കൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് വേണമെങ്കിൽ വായിച്ചോളൂ 2 minutes. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു മൊഡ്യൂളില് എത്ര ചാപ്റ്റർ ഉണ്ടാകുന്നു അല്ലെ? അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഏകദേശം ഒരു 13 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളില്. സെക്കൻഡ് മൊഡ്യൂളിൽ എനിക്ക് തോന്നുന്നു 11 ആണെന്ന്. എനിക്ക് ഞാൻ കറക്റ്റ് ആയിട്ടൊന്ന് പറയാം കേട്ടോ, എത്ര മൊഡ്യൂളാണ്, എത്ര ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഓരോ ചാപ്റ്ററും ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്ററുകൾ എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ് കേട്ടോ.
ഇനി നമ്മൾ തേർഡും ഫോർത്തിലോട്ടൊക്കെ കടക്കുമ്പോഴാണ് കുറച്ചും കൂടി ചാപ്റ്ററിന്റെ ആ ഒരു വലിപ്പം കൂടുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ. ഓക്കെ, പറയാം. നമുക്ക് അടുത്ത ഭാഗം കൂടെ കുറച്ച് പോയിന്റുകൾ നമുക്ക് പറഞ്ഞിട്ട് ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മള് മൊത്തത്തിലുള്ളൊരു ഹിസ്റ്ററിയാണ്, ഇവല്യൂഷൻ ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ഇവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഒന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. അത് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലെ. അതാണ് ഇനി നമ്മൾ അടുത്തത് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ അതാണ് പറയുന്നത്. നോക്കിക്കേ, ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ ഉള്ളൂ കേട്ടോ. ആ പോയിന്റുകൾ മാത്രം നമ്മൾ ക്ലാസ്സിൽ പറയുന്നതൊക്കെ ഒന്ന് വലുതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോക്കിക്കേ, ഒന്നാമത്തെ പോയിന്റ് ഒരു 3 പോയിന്റ് പറയാം. 3 പോയിന്റ് പറഞ്ഞു നിർത്താം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ. ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതും പ്രീ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. ഒന്നാമത്തത്, പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡർഡ് ആസ് എ പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ദ ഏർലി റൂളേഴ്സ്. നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ ഭരണകർത്താക്കള്, അന്നത്തെ റൂളേഴ്സ് അല്ലെ, ഭരണകർത്താക്കള് അവരെന്താണ് പറഞ്ഞത്, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെ, അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്ന് പറയുന്നത് എന്താണ്, പ്രൊവിഷണൽ ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന താൽക്കാലികവും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവരതിനെ കണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലെ ഭരണകർത്താക്കള് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ അതിനെ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ആളുകൾക്ക്, അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുത്തിരിക്കണം. അത് ആരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭരണകർത്താക്കളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവരതിനെ കണ്ടത്. എന്നുവെച്ചാൽ അത്രയേറെ പ്രാധാന്യം ആരോഗ്യരംഗത്ത് അവർ കൊടുത്തിരുന്നു. കാര്യം, ഒരു മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാന ആവശ്യമാണ് ഇത്, ഒരു ഹെൽത്ത് കെയർ അല്ലെ, ആരോഗ്യ പരിചരണം, ഒരു വൈദ്യ പരിചരണം ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് അന്നത്തെ ഭരണകർത്താക്കൾ അതിന് കണ്ടിരുന്നു. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം അവർ കൊടുത്തിരുന്നു. അത് ആരുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ അവർ കണ്ടു, അവരുടെ തന്നെ ഉത്തരവാദിത്തമായിട്ട് അവർ കണ്ടു. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Provision of institutional care to the sick was considered as a provisional and spiritual by early rulers. അത് താൽക്കാലികവും ഈ പറയുന്ന ആത്മീയവുമായിട്ടുള്ളൊരു റെസ്പോൺസ്, ധാർമ്മികമായിട്ടുള്ള അല്ലെ, ധാർമ്മികമായിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്തമാണെന്ന് അവർ കണ്ടിരുന്നു. ഓക്കെ, അവരുടെ തന്നെ ഉത്തരവാദിത്തമായിട്ടാണ് അവരതിനെ കണ്ടത്. അത്രയേറെ പ്രാധാന്യം അവർ ഹെൽത്ത് കെയർ ഫീൽഡിന് കൊടുത്തിരുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അടുത്തതാണ് ആത്രയെ പറ്റി പറയുന്നത്. കേട്ടിട്ടുണ്ടാകും ആത്രയ. ഈ ആത്രയ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ ആയുർവേദ ഉണ്ടല്ലോ, നമ്മുടെ ആയുർവേദത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് കേട്ടോ. നമ്മുടെ ആയുർവേദത്തില് വലിയ വലിയ സംഭാവനകൾ ചെയ്ത വ്യക്തികളില് ഒരാളാണ് ആത്രയ. ഓക്കെ, ആത്രയെ പറ്റി പറയുന്നത് എന്താണ്, ഇത് മാത്രം പഠിച്ചാൽ മതി. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു lived in the University of തക്ഷശില കേട്ടോ. തക്ഷശില യൂണിവേഴ്സിറ്റിയില് എന്താണ് ജീവിച്ചിരുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആണ് ആര്, ആത്രയ കേട്ടോ. ആത്ര അദ്ദേഹം വന്നിട്ട് നമ്മുടെ ആയുർവേദത്തിലേക്ക് ഒത്തിരിയേറെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സുശ്രുതനെ പറ്റിയും ചരകയെ പറ്റിയൊക്കെയാണ്. അത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. സുശ്രുത ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, BC 6th century. ചരകയാണെങ്കിൽ AD 200 കേട്ടോ. 200 AD ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, ഇന്ന് നമ്മളുടെ ക്ലാസ് നമുക്കൊരു 10 minutes ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും മതി ഇന്ന് ക്ലാസ്സിൽ അല്ലെ. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. എന്നിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് വേറൊന്നുമല്ല, ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ കണ്ടത്. അതിന് 4 കാലഘട്ടങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. പ്രാചീന കാലഘട്ടം അല്ലെ, ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ, ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ്, ഹോസ്പിറ്റൽ ഓഫ് റിനൈസൻസ് ഏജസ് ആൻഡ് മോഡേൺ പീരീഡ് ഹോസ്പിറ്റൽസ്. അങ്ങനെ 4 കാലഘട്ടങ്ങള് മനസ്സിലാക്കി. അപ്പൊ ആദ്യത്തെ കാലയളവ് ഏർലി എറയിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് മെഡിസിൻ ആൻഡ് റിലീജിയൻ എന്തായിരുന്നു, ഇന്റർ കണക്റ്റഡ് ആയിരുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്.
പറഞ്ഞത് പ്രീസ്റ്റ് were the healers. പുരോഹിതന്മാരായിരുന്നു എന്നിട്ട് ഫിസിഷ്യൻ ആയിട്ട് ഹീലേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചത് പുരോഹിതന്മാരായിരുന്നു. പിന്നെ മാത്രമല്ല the priest have the significant influence on community. കേട്ടോ, കമ്മ്യൂണിറ്റിയിൽ വളരെയധികം സ്വാധീനം ആർക്കുണ്ടായിരുന്നു? പുരോഹിതർക്ക് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ആ ഒരു കാലഘട്ടത്തില് ടെമ്പിൾസ് ആൻഡ് ഹോസ്പിറ്റൽസ് പറയുമ്പോൾ മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്ന് പറഞ്ഞാല് ഹീലിംഗ് സെന്ററും വർഷിപ്പ് സെന്റേഴ്സ് എന്നതിനേക്കാൾ ഉപരിയല്ല, അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിക്ക് ഗ്യാദർ ചെയ്യാനുള്ള സ്ഥലമായിട്ടും അതിനെ കൺസിഡർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ പർപ്പസ് എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലില് മനസ്സിലാക്കുക, ആദ്യമായിട്ട് മെഡിസിൻ ആസ് എൻ ഓർഗനൈസ്ഡ് ബീയിങ് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മെസോപ്പൊട്ടേമിയൻ ആയിരുന്നു. ഒന്നാമത്തെ പോയിന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തില് ഡോക്ടേഴ്സ് അവരുടെ പ്രാക്ടീസിനായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഹമ്മുറാബിസ് കൊണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെ നിന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സുമറിൽ നിന്നാണ് കേട്ടോ. സുമർ സ്ഥലമാണ്. സുമർ എവിടെയുള്ള സ്ഥലമാണ്? ബാബിലോണിലെ സ്ഥലമാണ് കേട്ടോ സുമർ. ഇത് മൂന്നും അവിടെ ഓർത്ത് വെക്കാം. ഗ്രീക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞത് ഹിപ്പോക്രാറ്റസിനെ പറ്റി പറഞ്ഞു. ദ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് റോഷ്ന, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ല? നോക്കൂ, സ്ക്രീനിലോട്ട് നോക്കിക്കേ, സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ. ഓക്കെ. പിന്നെ റോമൻ ഹോസ്പിറ്റൽ എന്നായിരുന്നു? BC ഫസ്റ്റ് സെഞ്ചുറിയോട് കൂടിയിട്ടാണ് റോമൻസ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, അവർ കുറെ കൂടി ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ തുടങ്ങിയത് റോമൻസ് ആണ്. ആ ഒരു കാലഘട്ടത്തിലാണ് മിലിറ്ററി ഹോസ്പിറ്റൽസും സ്ലേവ് ഹോസ്പിറ്റലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അറബിക് ഹോസ്പിറ്റൽ, അവർ റോമൻസ് ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കുറേയും കൂടെ എന്തായിരുന്നു? ഡെവലപ്ഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ BC 500 കൂടിയിട്ടാണ് ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ കുറെ കൂടെ എഫിഷ്യന്റ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് വന്നു തുടങ്ങിയത്. പിന്നെ പറയുന്ന അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹോസ്പിറ്റൽ കുറെ കൂടെ മോഡേൺ ആക്കി. എന്ന് പറയുന്നത് സാനിറ്റേഷൻ പ്രിൻസിപ്പിൾസും സിസേറിയൻ സെക്ഷൻസും ഓരോ 10 വില്ലേജ്ഡ് ആയിട്ട് ഫിസിഷ്യൻസും അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആ ഒരു കാലഘട്ടത്തിലാണ്. അത് മാത്രമല്ല രോഗബാധിതരായിട്ടുള്ള അനാഥരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാദേശിക ആശുപത്രികളിൽ പണികൽപ്പിച്ചത് ബുദ്ധനായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ പോയിന്റുകളാണ് ഇത് പഠിക്കാനുള്ളൂ. പിന്നെ മിഡിൽ ഏജസിൽ നമ്മൾ പറഞ്ഞു യൂറോപ്പില് കൂടുതൽ ഹോസ്പിറ്റലുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതിന് 2 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ 1198 സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻസിനോട് എന്താണ് ഹോസ്പിറ്റലുകൾ പണിയെടുപ്പിക്കാനായിട്ട് അഡ്വൈസ് ചെയ്തു. പിന്നെ കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യ ബന്ധം വഴി ധാരാളം വരുമാനം വരാൻ തുടങ്ങി. ആ റവന്യൂ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അവർക്ക് ഹോസ്പിറ്റലുകൾ പണിയെടുപ്പിക്കാനായിട്ട് സാധിച്ചു. പിന്നെ റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞാല് ഏകദേശം 14 തൊട്ട് 16 നൂറ്റാണ്ട് വരെയായിരുന്നു റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തില് എല്ലാ സിറ്റികളിലായാലും ടൗണുകളിലായാലും ഹോസ്പിറ്റലുകൾ വരാനായിട്ട് തുടങ്ങി. മോഡേൺ പീരീഡിൽ നമ്മൾ പഠിച്ചു പോകേണ്ടതാണ് ആദ്യത്തെ ഇൻകോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഏതാണ്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു 1926 ഈ പറയുന്ന മാസീവ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഹെൽത്ത് കെയർ ഫീൽഡിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത് 1926 കേട്ടോ. ഓക്കെ. പിന്നെ ആരായിരുന്നു ആത്രേ എന്ന് പറയുന്നത്? ആരാണ്? എന്താണ് ഹസീന? ഒന്നുകൂടെ ഒന്ന് പറയണോ? ഏതാണ്? മോഡേൺ പീരീഡ് ആണോ? ഓക്കെ. മോഡേൺ പീരീഡിൽ പറഞ്ഞത് ആദ്യമായിട്ടൊരു ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ കേട്ടോ. സംയോജിത ഹോസ്പിറ്റൽ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലില്ലേ? അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ആദ്യമായിട്ട് വന്നത്, ആദ്യമായിട്ട് വരെയല്ല, 5 ഹോസ്പിറ്റലാണ്. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ കേട്ടോ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാണ്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. എവിടെയാണ്? ഫിലാഡൽഫിയ കേട്ടോ. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലാണ്. അത് ഒരു പോയിന്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് 1926 മാസീവ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്, അതായത് ഹെൽത്ത് കെയർ ഫീൽഡില് ഗവൺമെന്റ് നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് കൂടുതൽ ഹോസ്പിറ്റലുകളൊക്കെ വരാനായിട്ട് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കാൻ തുടങ്ങിയത് 1926 കാലഘട്ടത്തിലാണ്. ഓക്കെ. അത്രേ കാര്യമുള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ തുടങ്ങി വെച്ചു. അതിൽ ആത്രേയനെ പറ്റി അറിയില്ല. ആരാണ് ആത്രേയ? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു ലീവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില കേട്ടോ. തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്ന ആദ്യ ഇന്ത്യൻ ഫിസിഷ്യൻ കേട്ടോ. ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ആണ് ആര്? ആത്രേയ കേട്ടോ. അത്രയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ക്ലാസ് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
ഹോസ്പിറ്റൽ ഇവല്യൂഷന്റെ ഫസ്റ്റ് പറയോ? എന്താണ് ഹസ്ന? ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഉണ്ടല്ലോ. ഇന്ത്യൻ സെനാരിയോ അല്ലെ? ഇന്ത്യൻ സെനാരിയോ അല്ലേ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേ ഉള്ളൂ. പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡർഡ് ആസ് എ പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭരണകർത്താക്കൾ ഉണ്ടല്ലോ, അവരെന്താണ് ഈ പറയുന്ന അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഹോസ്പിറ്റൽ കെയർ കൊടുക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമായിട്ട് അവർ കണ്ടിരുന്നു. മനസ്സിലായോ? അതായത് നമ്മളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് മുൻകൈ എടുക്കില്ലേ, എന്നുള്ള രീതിയിൽ അന്ന് ഭരണകർത്താക്കൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കണ്ടു. ഈ പറയുന്ന ആളുകൾക്കായിട്ടൊരു പരിചരണം കൊടുക്കുന്നതും ഹോസ്പിറ്റൽ പണിയെടുപ്പിക്കുന്നതും ഒക്കെ ആ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് അവർ കണ്ടത്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കണ്ടത്. അതായത് ധാർമ്മികമായിട്ടുള്ളതും ഈ പറയുന്ന എന്താ പറയാ അവരുടെ ഒരു പ്രൊവിഷൻ, ദാറ്റ് മീൻസ് പരിചരണം കൊടുക്കണം എന്നുള്ളത് അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ കണ്ടു. ഓക്കെ മാം, നമുക്ക് ഈ കാലഘട്ടങ്ങളെല്ലാം പഠിക്കണോ? ഈ BCയും അതൊക്കെ പഠിക്കാൻ വേണ്ട? പ്രത്യേകത മാത്രം പഠിച്ചാൽ പഠിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത്ര വർഷം അത് വേണ്ട, അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നിങ്ങൾ അതിനകത്ത് പറഞ്ഞ പോയിന്റുകളില്ലേ, ഞാൻ ഈ പറയുന്ന പോയിന്റ് ഇല്ലേ, അത് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. കാലഘട്ടം ഒന്നും അങ്ങനെ കാണാൻ പഠിക്കും. അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മേഡം ലാസ്റ്റ് പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടെ പറയുമോ? ഞാൻ കേട്ടില്ലായിരുന്നു. ഏതാണ്? ആത്രയെ പറ്റിയാണ് പറഞ്ഞത്. ആത്രയെ പറ്റിയാണ് പറഞ്ഞത് ലാസ്റ്റ്. ആത്രയ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഡോക്ടർ ആണത്. ഓക്കെ, അദ്ദേഹം ജീവിച്ചിരുന്നത് തക്ഷശില യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ. തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടർ ആണ് കേട്ടോ. ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്. ആര്? ആത്രയ കേട്ടോ. ആത്രയ, ഈ പറയുന്ന ആത്രയ അദ്ദേഹം നമ്മുടെ ആയുർവേദം ഒക്കെ ഉണ്ടല്ലോ, പുരാതന ഇന്ത്യയിലെ തൊട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണല്ലോ ആയുർവേദം. ആ ആയുർവേദയിലേക്ക് വലിയ വലിയ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആത്രയ കേട്ടോ. അദ്ദേഹം നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്. ഓക്കെ, ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് താങ്ക് യു.